ഫോൺ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വരുന്ന അസുഖമാണ് സർവൈക്കൽ സ്പോണ്ടിലൈസിസ്. അതായത് നിങ്ങൾ കണ്ടതോ ഇതുപോലെ ഈ ഡിസ്കിൻ്റെ ഇടയിൽ ഞരമ്പ് കുടുങ്ങിയിട്ട് കയ്യിലോട്ട് കടഞ്ഞു വരും, കയ്യിന് തരിപ്പ് വരും. അതുപോലെ മറ്റൊരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീഡിയൽ നെർവ് ഇതിൽ കുടുങ്ങിയിട്ട് വരുന്ന ഈ വിരലുകളോട്ട് വരുന്ന തരിപ്പും കടച്ചിലും കാര്യങ്ങളായിരിക്കും. രാത്രി ഭയങ്കര പെയിനായിരിക്കും. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ രാത്രി കൈ ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരുന്നാൽ ചെറിയൊരു സമാധാനം കിട്ടും നമുക്ക്. അതുപോലെ മറ്റൊരു അസുഖമാണ് ബ്രേക്കിയൽ ഫ്ലെക്സ്. നമ്മൾ വരുന്ന ഞരമ്പുകളെ കൂട്ടങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ കൊണ്ട് കയ്യിലോട്ട് തരിപ്പ് വരും. അതുപോലെ നമ്മൾ ബ്രെയിനിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കയ്യിലോട്ട് തരിപ്പ് വരും. മെയിനായിട്ട് തലാമസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി പറൈറ്റൽ ലോബിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കയ്യിലോട്ട് തരിപ്പ് വരും. അതുപോലെ നമ്മൾ അനീമിയ ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലോട്ട് തരിപ്പ് വരും. പിന്നെ മറ്റൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. പ്രമേഹ രോഗികൾക്ക് ചോദിച്ചറിയാം, ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കയ്യിലോട്ട് തരിപ്പും കാര്യങ്ങളും വരും. പിന്നെ തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ഒരു മെയിൻ കാരണമാണ് തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തരിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും